ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആരോഗ്യ സംരക്ഷണത്തിന് മെച്ചപ്പെട്ട ജീവിതശൈലികൾ പിന്തുടരേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പശ്ചിമ ബംഗാളിലെ കല്യാണിയിൽ എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. 140 കോടി ജനങ്ങളുടെ അഭിലാഷമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാക്ഷാത്കരിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ. കേരളത്തിലെ വിവിധ റെയിൽ ലൈനുകളുടെ DPR തയ്യാറാക്കൽ പുരോഗമിക്കുന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ISRO നാസ പ്രഥമ സംയുക്ത ദൌത്യം NISAR ഉപഗ്രഹ വിക്ഷേപണം വിജയം. വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായ 49 പേരെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ആരോഗ്യ സംരക്ഷണത്തിന് മെച്ചപ്പെട്ട ജീവിതശൈലികൾ പിന്തുടരേണ്ടത് അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിൽ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ കല്യാണിയിലുള്ള എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. जेनेटिक मैनिफेस्टेशन की बात अलग है, लेकिन समुचित आहार विहार और जीवन शैली के बल पर अधिकांश स्वास्थ्य समस्याओं को प्रिवेंट किया जा सकता है. आपके पास जो लोग चिकित्सा के लिए आते हैं उन्हें आप सब दवा के अलावा जीवन शैली से जुड़ी परामर्श भी दें. മറ്റന്നാൾ ഝാർഖണ്ഡിലെ ദിയോഘറിൽ നടക്കുന്ന എയിംസിന്റെ ബിരുദദാന ചടങ്ങിലും വെള്ളിയാഴ്ച ധൻബാദ് IITയുടെ 45ാമത് ബിരുദദാന ചടങ്ങിലും ശ്രീമതി മുർമു പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുന്നു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് ദീർഘിപ്പിക്കുന്നതിനുള്ള പ്രമേയം പാസാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകളാണ് രാജ്യസഭയിൽ നടക്കുന്നത്. 140 കോടി ജനങ്ങളുടെ അഭിലാഷമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാക്ഷാത്കരിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലും ഓപ്പറേഷൻ മഹാദേവിലും പങ്കെടുത്ത സൈനികരെ അദ്ദേഹം അഭിനന്ദിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ രാജ്യസഭാ MP JP നഡ്ഡ അപലപിച്ചു. ആക്രമണമുണ്ടായ ദിവസം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി സന്ദർശനം വെട്ടിച്ചുരുക്കിയതായും ശ്രീ നഡ്ഡ പറഞ്ഞു. സൈനിക പരിഹാരങ്ങൾക്ക് പുറമെ നയതന്ത്ര രാഷ്ട്രീയ പരിഹാരങ്ങളും സ്വീകരിക്കണമെന്ന് CPIMലെ ജോൺ ബ്രിട്ടാസ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 3 വർഷത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്താകെ 144 വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. जब शताब्दी और राजधानी इंट्रोड्यूस हुई थी, जितने समय में देश के सारे राज्यों को कवर किया गया, अगर उस समय को कंपेयर करें, करीब करीब 2 दशक से अधिक समय लगा था. आज माननीय प्रधानमंत्री जी ने वंदे भारत जब इंट्रोड्यूस की, 3 साल के शॉर्ट टाइम फ्रेम में देश के सारे राज्यों को कवर किया. 144 सर्विसेज आज वंदे भारत की चल रही है और देश भर से इसका बहुत अच्छा फीडबैक आता है. ജനറൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു. 2014-15 വർഷത്തെ അപേക്ഷിച്ച് റെയിൽ അപകടങ്ങളിൽ 77% കുറവുണ്ടായതായും ശ്രീ വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ പ്രധാന റെയിൽ ശൃംഖലയുടെ DPR തയ്യാറാക്കുന്നത് സർക്കാർ ഏറ്റെടുത്തതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഷൊർണൂർ മംഗളൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, എറണാകുളം കായംകുളം ഉൾപ്പെടെ വിവിധ റെയിൽ ലൈനുകളുടെ DPRകളും ഇവയിൽ ഉൾപ്പെടുന്നതായി ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ കോച്ചുകളുടെ എണ്ണം 12ൽ നിന്ന് 14ആയി വർദ്ധിപ്പിച്ചതായും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ പ്രചരിപ്പിച്ച 1000-ലധികം വെബ്സൈറ്റുകൾ നീക്കം ചെയ്തതായി കേന്ദ്ര സർക്കാർ. വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ രാജ്യത്തിനും സൈന്യത്തിനുമെതിരായി വൻതോതിലുള്ള വ്യാജ പ്രചാരണങ്ങളാണ് ഉയർന്നു വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാദം തെറ്റെന്ന് വിദേശകാര്യ മന്ത്രാലയം. തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കരുതെന്നും മന്ത്രാലയം ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൌത്യമായ NISAR ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. സസ്യജാലങ്ങളുടെ മാറ്റങ്ങൾ, മഞ്ഞുപാളികളിലുള്ള മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇസ്രോ മറ്റൊരു ചരിത്ര നേട്ടം കൂടി സ്വന്തമാക്കിയതായി അദ്ദേഹം പറഞ്ഞു. കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് വിക്ഷേപണമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. This success is demonstrating international teamwork between two spacefaring nations, and surely this data is going to be highly useful for the scientific community of the globe. It is not going to be used by one or two countries. The entire globe is going to benefit out of this great accomplishment. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരിലെ ആദിവാസി കുടുംബങ്ങൾക്കായി കണ്ടെത്തിയ ഭൂമിക്ക് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് നൽകുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. വയനാട് ദുരന്തബാധിതർക്ക് ചികിത്സാ ധനസഹായം അനുവദിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി പുറപ്പെടുവിച്ച നടപടിക്രമം സാധൂകരിച്ചു. 49 കുടുംബങ്ങളെ കൂടി വയനാട് ടൌൺഷിപ്പ് പദ്ധതിയുടെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അടുത്ത മാസം 31 വരെ നടത്തുന്ന ഫയൽ അദാലത്തിന്റെ പുരോഗതി മന്ത്രിസഭായോഗം വിലയിരുത്തി. ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ മാതാപിതാക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാനും തീരുമാനിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 1 വർഷം പൂർത്തിയാകുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. ദുരന്തബാധിത പ്രദേശത്ത് സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും ഇന്ന് നടന്നു. തിരുവനന്തപുരം മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നാളെ നടക്കും. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 177 കോടി രൂപ ചെലവഴിച്ചാണ് തുറമുഖം ഗ്രീൻ ആൻഡ് ബ്ലൂ പോർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. റഷ്യയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് കാലിഫോർണിയ തീരത്ത് സുനാമി തിരമാലകളെത്തിയതായി US കാലാവസ്ഥാ വകുപ്പ്. ഇന്തോനേഷ്യയിലെ പപ്പ ന്യൂഗിനിയിലെ തീരദേശവാസികളോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ ജയപുര സിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി അറിയിച്ചു. ജപ്പാനിലെ വിവിധ ഭാഗങ്ങളിൽ സുനാമി തിരമാലകളെത്തിയതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. 19 ലക്ഷത്തോളം ആളുകളോട് തീരദേശ മേഖലയിൽ നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈന, ഇന്തോനേഷ്യ, ന്യൂസിലൻഡ്, പെറു, ഇക്വഡോറിലെ ഗാലാപഗോസ് ദ്വീപുകൾക്കും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഫിലിപ്പീൻസ് നിരവധി തീരദേശ പ്രദേശങ്ങളിൽ നൽകിയിരുന്ന സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. റഷ്യയിലെ കാംചത്കയിൽ പസഫിക് തീരത്ത് ഇന്ന് പുലർച്ചെയാണ് 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ വൈകുന്നേരം 3:30 കെനിംഗ്ടണിലെ ഓവൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. പരമ്പരയിൽ 2-1 ഇംഗ്ലണ്ട് മുന്നിലാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 20ാമത് ഗഡു ഓഗസ്റ്റ് 2 വിതരണം ചെയ്യും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പദ്ധതി പ്രകാരം എല്ലാ വർഷവും 3 തുല്യ ഗഡുക്കളായി കർഷകർക്ക് 6000 രൂപ നൽകി വരുന്നതായി കേന്ദ്രമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ഇന്ത്യയിലുടനീളമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ പദ്ധതിയാണ് PM കിസാൻ. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിൽ ഡ്രോൺ ഉപയോഗിച്ച് ഉപേക്ഷിച്ച മയക്കുമരുന്ന് പൊതി പോലീസ് കണ്ടെടുത്തു. പ്രദേശവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും BSFും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 400 ഗ്രാം മയക്കുമരുന്ന് നിറച്ച പൊതി കണ്ടെത്തിയത്. പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു. നാളെ വരെ ഭഗവതി നഗർ, ബാൽതാൽ, നുൻവാൻ ബേസ് ക്യാമ്പുകളിലേക്ക് തീർത്ഥാടകരെ അനുവദിക്കില്ല. ഇതുവരെ 3.93 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് അമർനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിറപുത്തരിയോടനുബന്ധിച്ച് ഇന്ന് പ്രത്യേക ചടങ്ങുകൾ നടന്നു. ശബരിമല സന്നിധാനത്ത് നടന്ന നിറപുത്തരി പൂജകളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഇന്ന് രാത്രി 10 നടയടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ സംരക്ഷണത്തിന് മെച്ചപ്പെട്ട ജീവിതശൈലികൾ പിന്തുടരേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പശ്ചിമബംഗാളിലെ കല്യാണിയിൽ എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. 140 കോടി ജനങ്ങളുടെ അഭിലാഷമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാക്ഷാത്കരിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ. കേരളത്തിലെ വിവിധ റെയിൽ ലൈനുകളുടെ DPR തയ്യാറാക്കൽ പുരോഗമിക്കുന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ISRO നാസ പ്രഥമ സംയുക്ത ദൌത്യം NISAR ഉപഗ്രഹ വിക്ഷേപണം വിജയം.
വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിനിരയായ 49 പേരെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.